ഹലോ ഗൈസ്, ഞായി കെട്ടിറങ്ങി നിൽക്കുന്നതൊന്ന് ഹോസ്പിറ്റലിൽ പോകാനാണ്. വേറെ ഒന്നിനല്ല, വാക്സിന്റെ സെക്കൻഡ് ഡോസ് എടുക്കാനായിട്ടായിരുന്നേ. വാക്സിൻ എടുക്കാൻ കോളേജിൽ നിന്ന് പറഞ്ഞിട്ടായണ്ട് അതിന് നമുക്ക് ലീവ് ഒക്കെ കിട്ടും. എന്റെ എന്തോ ഭാഗ്യം ഡേറ്റ് മൺഡേ ഇടുന്നത്. അതാണ് സാറ്റർഡേ വീട്ടിൽ ചെന്നിട്ട് ട്യൂസ്ഡേ മോർണിംഗ് എനിക്ക് കോളേജിൽ ചെന്നാൽ മതിയല്ലോ. എന്റെ ഒരു സ്പ്രിങ്ങിന് നീളം കൂടുതലും ഒന്നിനും കുറവായിരുന്നു. അത് അവിടെ നിന്ന് ലെവലൊക്കെ വന്നാൽ പിന്നെ അവിടെ ഹെയർ അണത്തില്ല. ആൻഡ് ദിസ് ഇസ് മൈ ഫിക്ഷൻ. അമ്മയും ഫ്രണ്ട് ഉള്ളത് ബസ് പിടിക്കാനാണ്. നമ്മൾ പോയത് ബസ് വന്നത് ഒരുമിച്ചായിരുന്നു. ഗൈസ് ലുക്ക് അറ്റ് മൈ ഹെയർ, ഇറ്റ് ഈസ് ഹെയറിങ്. എന്താ അതെടുത്തൊന്ന് ഒതുക്കി വെക്കോ? അതുമില്ല. പിന്നെ നമ്മളവിടെ ഹോട്ടലിൽ പോരുന്ന ഹോസ്പിറ്റൽ എത്തിയതും അവരെന്നെ പിടിച്ച് കട്ടൻ്റെ അകത്തങ്ങാൻ. എനിക്ക് പിന്നെ ഇഞ്ചക്ഷൻ ഒന്നും പേടിയില്ലാത്തോണ്ടേ ഇങ്ങോട്ട് കുത്തു വാങ്ങിയിട്ട് മാത്രമേ എനിക്ക് ശീലമുള്ളൂ. അങ്ങോട്ടൊരു പേഷ്യന്റിനെയൊക്കെ കുത്താൻ എനിക്ക് അങ്ങോട്ട് ആലോചിക്ക് കൂടി വയ്യ. നഴ്സ് പിന്നെ കൈ ഇങ്ങനെയൊക്കെ ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഡോസ് എടുത്തതിന്റെ ഫ്രണ്ട്സിലൊക്കെ കൈവേദനയും പനി ഉണ്ടായിരുന്നുണ്ട്. ഞാൻ പിന്നെ നഴ്സ് പറഞ്ഞാൽ കേട്ട് അവിടെ നേരെ പോയിട്ട് എന്റെ ക്ലിനിക്കിലോട്ടായിരുന്നു. ഈ ലൈറ്റ് ഡോക്ടർ ഒന്ന് എനിക്ക് കിട്ടി വന്നിരുന്നേ വീഡിയോ എടുക്കാൻ എനിക്ക് നല്ല ഉപകാരമായിരുന്നു. കഴിക്കിട്ട് തന്നാൽ എന്റെ അമ്മയുടെ വിഗ്നസ് ചാർജ് ചെയ്യണേ. അത് കുടിക്കാത്ത ഒരു ദിവസം കൂടി നമ്മളൊന്നും ചരിത്രമില്ല. ഞാൻ വാക്സിൻ എടുത്തിരിക്കണോണ്ട് അമ്മ എന്നെ ചാർജ് എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ജ്യൂസ് ആണെന്ന് പറഞ്ഞ് ചോക്ലേറ്റ് കോഫി എന്ന് ഓർഡർ ചെയ്താൽ അത് കണ്ടപ്പോഴേ അമ്മ പറഞ്ഞു നിനക്കൊന്ന് ചാർജ് ഓർഡർ ചെയ്തോടെന്ന്. അവിടെ നമ്മുടെ ട്രാൻസ്പാരന്റ് ബോട്ടിലും ബോച്ച് നപ്പലായിരുന്നു. അതിന് നല്ല ടെൻത്തിന്റെ ബോർഡക്സ് ഉണ്ട്. അവിടെ പിന്നെ ഈ ജോമെട്രി ബോക്സ് ട്രാൻസ്പാരന്റ് അല്ലാത്ത സാധനമൊന്നും അലൗഡ് അല്ല. ഞാൻ പിന്നെ ഒരു ഡയറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. തിരിച്ച് നമ്മളെ വീട്ടിലോട്ട് വന്ന ടിമ്പോലായിരുന്നേ. അവിടെ നിന്ന് കുറച്ച് നടന്നിട്ടായിരുന്നു വീടെത്തിയ. വീട്ടിൽ വന്നോണ്ടേ ഞാൻ ഫുഡ് അങ്ങോട്ട് കഴിച്ചു. സത്യത്തിന് വീട്ടിൽ വന്നിട്ട് എല്ലാം ബാക്ക് ചെയ്യുന്ന ഈവനിങ് എന്നെ ഹോസ്റ്റലിലോട്ട് വരാനായിരുന്നു പ്ലാൻ. പിന്നെ ഫുഡ് കഴിച്ചതും എനിക്ക് പിന്നെ ഹോസ്റ്റലിലോട്ട് തിരിച്ചു വരാൻ തോന്നിയില്ല. അപ്പൊ ഇത്രയുള്ളൂ, പോയിട്ട് വരാവേ.